വളരെ എളുപ്പത്തിൽ മുട്ടയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രമേ നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഓവനൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ 1 കപ്പ് അളവ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി പോകുന്നത് പാലാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവ് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് ചെറു ചൂടായിട്ടുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ളതോ ആയിട്ടുള്ള പാൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. റിഫൈൻഡ് ഓയിലോ ബട്ടറോ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/4 കപ്പ് അളവ് പഞ്ചസാര മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പട്ട ഇതുപോലെയോ അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ഞാനിവിടെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അരിച്ച് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പട്ടയോ പൊടിയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ പൊടിയാത്തത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മൈദയാണ്. ഞാനിവിടെ 1/2 കപ്പ് അളവ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അരിച്ചെടുക്കുന്നത് ബേക്കിംഗ് സോഡയിലൊക്കെ കട്ടകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കട്ടകൾ നീക്കിയെടുക്കാനും സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഇത് സഹായിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. കണ്ടില്ലേ, കട്ടകൾ ഉണ്ടാകും. അത് ഇതുപോലെ കൈ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഈ ഒരു രീതിക്ക് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പ്രാവശ്യം വേണമെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ കേക്ക് ഒട്ടും ഡെൻസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഞാനിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാല് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന മൈദയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്കിത് ചേർക്കേണ്ട ആവശ്യം വരില്ല. കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. കൂട്ട് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. എന്നാൽ അത് ഇതുപോലെ മുറിഞ്ഞു വീഴുന്ന കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പാകത്തിന് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓവനൊന്നും ഇല്ലാതെയാണ്. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ തന്നെയാണ് നമ്മൾ ഓവൻ സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഒരല്പം വലിയ പാത്രം എടുക്കുക. ആ ഒരു പാത്രം ഒന്ന് ചൂടാക്കിയിരുന്നു. ആ ചൂടാക്കിയ പാത്രത്തിലേക്ക് ഞാനിവിടെ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പ് പാത്രം കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പാത്രത്തിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഇതുപോലൊരു സ്റ്റാൻഡും കൂടെ ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യാം. ആ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉപ്പ് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഞാനിവിടെ 6 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കേക്ക് ടിന്നോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റീൽ പാത്രമോ ഉപയോഗിക്കാവുന്നതാണ്. അത് ഇതുപോലെ എണ്ണയോ നെയ്യോ ഒന്ന് നന്നായിട്ട് തടവിയെടുക്കുക. അതിലേക്ക് ഞാനിവിടെ കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ബട്ടർ പേപ്പറൊന്നും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു കേക്ക് ബാറ്ററിലേക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏറ്റവും അവസാനം മാത്രം ചേർത്താൽ മതി. നമ്മൾ എപ്പോഴാണോ കേക്ക് ടിന്നിലോട്ടേക്ക് ഈ ഒരു ബാറ്റർ മാറ്റാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ മാത്രം ഒരു ലെമൺ ജ്യൂസ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയെ ആക്ടിവേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ടിന്നിലേക്ക് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കാം. 1-2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് നേരത്തോളം ഞാനിവിടെ ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആ ഒരു ടിൻ ഇറക്കി വയ്ക്കാം. ടിൻ ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
35 മുതൽ 40 മിനിറ്റ് നേരത്തേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ. നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ട് 180 ഡിഗ്രിയിൽ തന്നെ 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഇവിടെ പാകത്തിന് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വെന്ത് വന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്യൂറോ ടൂത്ത് പിക്കോ ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കയ്യിൽ വെച്ച് ചെറുതായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഡീമോൾഡായിട്ട് വന്നോളും. അപ്പോൾ അത് ഒട്ടും പറ്റിപ്പിടിക്കാതെ ഞാനിവിടെ കേക്ക് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറിലാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഓവനൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. ക്യാരറ്റ് ഉപയോഗിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള മുട്ടയൊന്നും ചേർക്കാതെ ഓവനൊന്നും വേണ്ടാതെ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.